സംസ്ഥാനത്തെ 3 തെരഞ്ഞെടുപ്പുകളും വാശിയേറിയതായിരുന്നു. ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടത് BJP-യുടെ ദയനീയമായ തകർച്ചയാണ്. CPM-ന് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി, പിണറായി സഖാവ് ഒളിച്ചോടുമെന്നൊക്കെ ചില ആളുകളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ പൊളിച്ചടുക്കിയ ജനവിധിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചേലക്കരയിലേത് ഉജ്ജ്വല വിജയമാണെന്നും പാലക്കാട്ട് UDF-ന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമാഅത്തെ ഇസ്ലാമി സുഡാപ്പികളാണെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞു. പാലക്കാട് കുറെ കാലമായി CPM 3ാം സ്ഥാനത്താണ്. ഇക്കുറി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിച്ചത്. സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് ഇപ്പോഴെല്ലാവർക്കും ബോധ്യമായി. 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പത്തിനൊപ്പമാണെന്ന് എല്ലാവർക്കും പറയേണ്ടി വന്ന ഒരു രാഷ്ട്രീയ മത്സരമാണ് പാലക്കാട്ട് നടന്നത്. സരിന് നല്ല സ്ഥാനാർത്ഥിയാണെന്ന് ഇപ്പോൾ ആ മണ്ഡലം പൂർണ്ണമായി മാത്രമല്ല കേരളം മൊത്തത്തിലും അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. BJP 2ാം സ്ഥാനത്തും CPM 3ാം സ്ഥാനത്തും നിൽക്കുമ്പോഴുണ്ടായിരുന്ന വോട്ടിന്റെ അന്തരം നല്ലതുപോലെ കുറയ്ക്കാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ പാലക്കാട് LDF എഴുതിത്തള്ളേണ്ടുന്ന ഒരു സീറ്റ് അല്ലെന്ന് വ്യക്തമായതായി ഗോവിന്ദൻ മാഷ് ഓർമ്മിപ്പിച്ചു. എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് നിർത്തിയാണ് പാലക്കാട്ട് UDF ജയിച്ചതെന്നാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിപ്രായം. ഫലപ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് അവിടെ ആദ്യ പ്രകടനം നടത്തിയത് സുഡാപ്പികളാണ്. സ്വാഭാവികമായി മുസ്ലിം വർഗീയ ശക്തികൾ അവരെ കൂടെ കൂട്ടിയാണ് UDF-ന്റെ ഭാഗമാക്കി ചേർത്തുകൊണ്ടാണ് ഈ കൊട്ടിഘോഷിക്കുന്ന ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചതെന്നാണ് ഗോവിന്ദൻ മാഷിന്റെ മറ്റൊരു അഭിപ്രായം. BJP-യാണ് അപകടമെന്ന് ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ട് ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ ആരെക്കാളും മുൻപന്തിയിൽ നിന്നത് മുസ്ലിം ലീഗിനൊപ്പം സുഡാപ്പികളും ജമാഅത്തെ ഇസ്ലാമി സഖ്യമാണ്. ഈ മഴവിൽ സഖ്യമാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിച്ചത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഇടതുപക്ഷമാണ് ഒന്നാമത്തെ ശത്രു എന്ന ധാരണയോടെ അവിടെ യോജിച്ച് പ്രവർത്തിച്ചുവെന്നാണ് നഗരപ്രദേശത്തെയും മറ്റും വോട്ടിങ്ങിന്റെ പാറ്റേണിൽ നിന്നും മനസ്സിലാക്കുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ചേലക്കരയിൽ 12,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കാനായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് കുറയുകയാണ് ചെയ്തത്. 3000 വോട്ടിലധികം കുറഞ്ഞു. കോൺഗ്രസ് വലിയ അവകാശവാദം ഉയർത്തുമ്പോഴും അവർക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ 3000 വോട്ട് കുറയുകയും LDF-ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് 5000-ൽ നിന്ന് 12,000-ആയി ഉയർത്താനാവുകയും ചെയ്തു. അവിടെ എയറിലായത് PV അൻവറാണ്. ഇപ്പോൾ ഏതാണ്ട് പുളുത്തുവെന്നും പറഞ്ഞാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ നിർത്തി മത്സരിപ്പിച്ചത്. ഇടതുമുന്നണിയുടെ വോട്ടുകൾ അത് മറിക്കുമെന്നായിരുന്നു പ്രചാരണം. ആ തകർച്ചയും നമുക്ക് കാണാനായി. ഏതായാലും ഇടതുമുന്നണിക്കും പ്രത്യേകിച്ച് CPM-നും ഒരു പൊൻതൂവലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം.